നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 14 തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് കുംഭമാസം 30 തീയതിയാണ്. കുംഭമാസം തിരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 23 തീയതിയാണ്. ഈ വെള്ളിയാഴ്ച ദിവസം മറ്റൊരു പ്രത്യേകതയുണ്ട്, അത് പറഞ്ഞുതരാം. 1200 ആണ്ട് കുംഭമാസം 30 തീയതി പുലർച്ചെ 6:33 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്ന് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:46 വരെ പൂർണിമ തിഥിയിൽ കൂടി യാത്ര ചെയ്തതിന് ശേഷം പ്രഥമ തിഥിയിലേക്ക് പ്രവേശിച്ച് പ്രഥമ തിഥിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ 6:30 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 6:50 ചന്ദ്രൻ കന്നിക്കൂറിൽ ഉത്രം നക്ഷത്രം 2ാം പാദത്തിൽ നിൽക്കുമ്പോൾ 6:50 സൂര്യൻ കുംഭൻ രാശി വിട്ട് മീനൻ രാശിയിലേക്ക് മീന രവി സംക്രമം നടത്തുന്നു. അതാണ് പ്രത്യേകത. അതാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത. സൂര്യൻ കുംഭൻ രാശി വിട്ട് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. മീന രവി സംക്രമം നടക്കുന്നു. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് കന്നിരാശിയിലാണ്. കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു, കന്നിക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്നു. കന്നിക്കൂറിൽ ഉത്രം നക്ഷത്രം 2ാം പാദത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് മീന രവി സംക്രമം നടക്കുന്നത്. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 6:21 ഉത്രം നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 8:56 ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കൂറിലാണ്. അതിൻ്റെ സമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:21 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:21 വരെ ഉള്ള സമയമാണെന്നും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം കാലും ഉത്രം മുക്കാലും പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉത്രം കാലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രാജയോഗമുണ്ട്, തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്, വീട് വസ്തുവാഹനങ്ങൾ വാരിക്കൂട്ടുവാനുള്ള യോഗമുണ്ട്. അപ്പോൾ ഉത്രം കാൽ നക്ഷത്ര ജാതകർക്ക് മാത്രമാണ് ഈ രാജയോഗം വന്നു ചേരുക. ഗജകേസരി രാജയോഗം. 10ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ ഈ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വലിയ നേട്ടമാണ്. അപ്പോൾ രാജയോഗമാണ്. പൂർണ്ണമായിട്ടും രാജയോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. 100% രാജയോഗ തുല്യമായിട്ട് ഉത്രം കാൽ നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികൾ ജീവിക്കും. ഉത്രം കാൽ മാത്രമല്ല, മകം പൂരം ഉത്രം കാൽ, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോയുടെ കേൾക്കുക. വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഉത്രം നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാരണം ഉത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക? നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയേ. പ്രകൃതിയിൽ ഇന്നത്തെ അവസ്ഥയല്ല നാളെ പ്രകൃതിക്കുണ്ടാകുന്നത്. ഇന്നലെ മഴയായിരുന്നു, മൂടിക്കിട്ടിയ അന്തരീക്ഷമായിരുന്നു. ഇന്നിപ്പോഴത്തെ നല്ല തെളിച്ചമുള്ള ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ അനുഭവം ആയിരിക്കത്തില്ല ഇന്നത്തെ അനുഭവം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓരോ ദിവസവും മനുഷ്യരുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ തുടർച്ചയായിട്ട് ഒരാഴ്ച അനുകൂലമായിരിക്കാം, ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരാഴ്ച പ്രതികൂലമായിരിക്കാം, ചിലപ്പോൾ ഇന്നലെ അനുകൂലമാകാം, ഇന്ന് പ്രതികൂലമാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. ഇത് അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. എന്തിനാണ് അറിഞ്ഞ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഒരു ക്രമത്തിൽ കൂടി നമ്മുടെ ജീവിതം പോകണം, ഒരു ചിട്ടയിൽ കൂടി നമ്മുടെ ജീവിതം പോകണം. അപ്പോൾ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകരുത് നമ്മൾ. നമ്മുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും വേണം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ന് എനിക്ക് അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ ആ അനുകൂലമായ ദിവസമായതുകൊണ്ട് നമുക്ക് എവിടെയും കടന്നു ചെന്ന് നമുക്ക് നല്ല മാധുര്യവും ചാതുര്യവുമുള്ള വാക്കുകളൊക്കെ കൊണ്ട് സംസാരിച്ച് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. പക്ഷെങ്കിൽ പ്രതികൂലമായൊരു ദിവസമാണെങ്കിൽ നമ്മളെ എത്ര നല്ല വാക്കുകൾ പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് തിരിച്ചടി കിട്ടും. അത് ഒരു പ്രശ്നത്തിൽ ചെന്നെത്തും. നമ്മുടെ ജീവിതം തകരും, പ്രതിസന്ധിയിലാകും, കേസാകും, പ്രശ്നമാകും, മുഷിച്ചിലാകും, വഴക്കാകും, അഭിപ്രായ വ്യത്യാസമാകും. പിന്നെ അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒതുക്കിയും ജീവിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒതുക്കി തന്നെ ജീവിക്കുക. വേഗത കുറച്ച് വാഹനങ്ങൾ ഓടിക്കേണ്ട സമയത്ത് വേഗത കുറച്ച് വാഹനങ്ങൾ ഓടിക്കണം. അവിടെയും 80-100 മൈൽ സ്പീഡിൽ പോകാൻ പാടില്ല. നമ്മളവിടെ ചെയ്യുന്നുണ്ടല്ലോ.
വേഗത കുറഞ്ഞു പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാഹനത്തിൻ്റെ വേഗത കുറച്ചാണ് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യജീവിതത്തിലും ക്രമീകരണങ്ങൾ വരുത്തണം. അതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം പൂരാടം, ഉത്രാടം, പൂരം, ആയില്യം, പുണർദം, കാർത്തിക, രോഹിണി എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് ഉത്ര നക്ഷത്രപ്രകാരം. പൂരാടം, ഉത്രാടം, പൂരം, ആയില്യം, പുണർദം, കാർത്തിക, രോഹിണി എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരുണ്ട്. തിരുവാതിര, പൂയം, മകം. ഈ 3 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ഒതുങ്ങി ജീവിക്കുക, വേഗത കുറച്ച് വണ്ടി ഓടിക്കുക, വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി വെള്ളിയാഴ്ച ദിവസം 24 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളൊരു അതിനുവേണ്ടിയുള്ള ശുഭസമയങ്ങൾ ജ്യോതിഷം പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടെ കേൾക്കുക. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:33 മുതൽ 8:13 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാം. 1.5 മണിക്കൂറുണ്ട്. പിന്നീട് 9:33 മുതൽ 11:13 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ്. 1.5 മണിക്കൂറുണ്ട്. പിന്നീട് 11:36 മുതൽ ഉച്ച കഴിഞ്ഞ് 2:13 വരെയുള്ള സമയം അനുകൂലമായ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:33 മുതൽ 5:13 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അനുകൂലമായ സമയമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 14 ഒറ്റസംഖ്യയാക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14, 23 ഒക്കെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 5 വരുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊരു മാസത്തെയും 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രം നക്ഷത്രം സ്വാധീനിച്ച് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഉത്രം നക്ഷത്ര ജാതകർക്ക് ധനം വന്നു ചേരുന്ന ദിവസമാണ്. ആയില്യം, തിരുവാതിര, കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, പൂരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ നാളുകാർക്ക് മാത്രമല്ല, എന്നാൽ ധനം വന്നു ചേരുന്നത് ഉത്രം നക്ഷത്രം സ്വാധീനിച്ച് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള രീതിയിലുമൊക്കെ ധനം വന്നു ചേരും. ദശകാലത്തിൻ്റെ നേട്ടം കൊണ്ടും അല്ലെങ്കിൽ വേറെ രീതികൾ കൊണ്ടൊക്കെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രം സ്വാധീനിച്ച് ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഈ നാളുകാർക്ക് ധനപരവ് ഉണ്ടാകും. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഈ നാളുകാർക്കുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ: മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർ. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർ. മിഥുനക്കുറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർ. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം 1/4 നാളുകാർ. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം 1/4, അനിഴം, കേട്ട നാളുകാർ. മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഒരു ലോട്ടറിയേ എടുക്കാവുള്ളൂ. ഒത്തിരി ലോട്ടറിയൊന്നും എടുക്കരുത്. കാരണം ഈ വീഡിയോ കേൾക്കുന്നത് 10,000 2,000 പേരോ ആയിരിക്കും. ഒരു നക്ഷത്രത്തിൽ ലക്ഷങ്ങൾക്കുപരിയായിട്ടുള്ള അംഗസംഖ്യയുണ്ട്. ഒരു നക്ഷത്രത്തിലെ ലക്ഷത്തിൽ പരം ആൾക്കാരുണ്ട്. അപ്പം ഇതിൽ ആരെയാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു നാളാണ് ഞാൻ പറയുമ്പോൾ, നാൾ വെച്ചാണ് പറയുന്നത്. ഈ ഒരു നാളിൽ ലക്ഷത്തിലധികം പേരുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി കിട്ടുക, ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക. ഒരുപക്ഷേ ഈ വീഡിയോ കേൾക്കുന്നവർക്കായിരിക്കും ആ മഹാഭാഗ്യം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.